ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പിന് വന്നത്. നമ്മൾ ഓൾറെഡി വന്നൊരു സ്ഥലമാണ് മൺട്രോ ഐലൻഡ്. ഇതിന് മുമ്പോട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടലിലാണ് കയറിയത്. ഇതിപ്പം മൺട്രോ ഗ്രീൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പം മൺട്രോയിലെ വിശേഷങ്ങളും അവിടുത്തെ ഫുഡും ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ഓഫ് ഹിമ. ഓക്കെ, കൊല്ലം ജില്ലയിൽ തന്നെ കായൽ മത്സ്യത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നമ്മൾ നേരെ മൺട്രോയിൽ വരണം. ഞങ്ങൾക്ക് വരാനും എളുപ്പം മൺട്രോയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞാൻ, അലക്സച്ചാന്, ജോച്ചാന്, റീനു, ജോസ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത്. മൺട്രോയിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം. അലക്സച്ച നാട്ടിൽ വരുമ്പോൾ എപ്പോഴും മൺട്രോയിലും വരാറുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം മൺട്രോയിൽ തന്നെ പോയി ചെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. നമ്മളിപ്പം കായൽ മത്സ്യം വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുചെന്ന് പ്രിപ്പയർ ചെയ്താൽ എവരുടെ ഈ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺട്രോയിൽ തന്നെ തനതായ സ്പൈസസ് ഒക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേക ടേസ്റ്റുമാണ്. അങ്ങനെ ഞങ്ങൾ കപ്പ, കക്ക, കരിമീൻ, കേരച്ചൂര, കൊഞ്ച്, ഇത്രയും ഡിഷ് ഓർഡർ ചെയ്ത്, എല്ലാം ഓരോന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഫുഡ് വേസ്റ്റ് ആവത്തില്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഐറ്റം വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട്? മനസ്സിൽ എങ്ങനെയുണ്ട്? അടിപൊളി 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 ഫുഡാണ്. ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് മൺട്രോയിൽ വരുന്നത്. ഓരോ പ്രാവശ്യം വന്നപ്പോഴും ഓരോ ലൊക്കേഷനിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോഴൊന്നും ഞാനിങ്ങനെ ഈ ഫുഡിൻ്റെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനു മുമ്പിട്ടിട്ട വീഡിയോയിൽ ജസ്റ്റ് ഫുഡിൻ്റെ ഫോട്ടോസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം എനിക്ക് തോന്നി ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്ത് എല്ലാവരുടെ അടുത്തും പറയണം എങ്ങനെയുണ്ട് രുചി എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കരിമീൻ ഒരു രക്ഷയില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളി കരിമീനായിരുന്നു. അതിൻ്റെ ആ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ നിന്ന് ഇങ്ങനെ കപ്പൽ ഓടിക്കുന്നതിനുള്ള വെള്ളം വായിക്കകത്ത് വരുമായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഈ കരിമീൻ. ഞാൻ ആദ്യമേ പറയില്ലേ, നമ്മളിപ്പം ഈ കരിമീൻ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് പ്രിപ്പയർ ചെയ്താൽ പോലും അവർ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ അവിടെ പോയി ചെന്ന് കഴിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കേരച്ചൂര ഒരു രക്ഷയില്ലായിരുന്നു. കപ്പയ്ക്കകത്ത് ആ കേരച്ചൂരയും കൂടെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നീട് അലക്സച്ച കപ്പയും ബീഫും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബീഫും കൂടെ എക്സ്ട്രാ നമ്മൾ മേടിച്ചായിരുന്നു. അപ്പോൾ കപ്പയും ബീഫും അത് വേറൊരു കോമ്പിനേഷൻ തന്നെ. അലക്സച്ചാനാണെങ്കിൽ ഇപ്പോൾ കഷ്ണം എടുക്കുന്നതിനെക്കാട്ടിലും പുള്ളിക്ക് എപ്പോഴും താല്പര്യം ഗ്രേവിയാണ്. ഗ്രേവി കൂടുതൽ എപ്പോഴും വേണം ഫുഡിനകത്താണെങ്കിലും. അതുകൊണ്ട് പുള്ളി ബീഫിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഗ്രേവി പറഞ്ഞു. നമ്മൾ ബീഫും കപ്പയും കൂടെ മാത്രമായിട്ട് കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ലായിരുന്നു ആ കഴിച്ചപ്പോഴത്തേക്ക്. എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു, നമ്മുടെയൊക്കെ ലോക്കൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഇവർ കപ്പയും ബീഫും ഒക്കെ തരുമ്പോൾ അതൊക്കെ വേറൊരു ടേസ്റ്റ്, മൺട്രോയിൽ ചെന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്. ഇവരെന്താണ് എനിക്ക് തന്നെ മനസ്സിലായില്ല. നമ്മളപ്പോൾ ഇത്രയും നാൾ കഴിച്ച ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഡൗട്ട് അപ്പോഴും എനിക്കങ്ങ് തോന്നിയായിരുന്നു. ഈ മൺട്രോയിൽ വന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേറൊരു രുചിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മളത് അവിടെ പോയി കഴിച്ചെങ്കിലേ നമുക്കതിനെ പറയാൻ പറ്റത്തുള്ളൂ. എന്തോ ഒരു ആത്മനിർവൃത്തി അടഞ്ഞതുപോലെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഗ്രേവി എടുത്തിട്ട് ചോറിനോടെ ഇളക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. കേരച്ചൂരയുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി. അതും കൊള്ളായിരുന്നു. പിന്നീട് കൊഞ്ചുണ്ടായിരുന്നു. അത് സാധാ കൊഞ്ചല്ല, എനിക്ക് തോന്നുന്നു ടൈഗർ പ്രോൺസിൻ്റെ കൊഞ്ചാണെന്ന് തോന്നുന്നു. എന്നാൽ അതും വേറൊരു ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വേറെ 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 ടേസ്റ്റാണ്. നമ്മൾ ഈ ലോക്കൽ റെസ്റ്റോറൻറ്റിലൊന്നും പോയി ചെന്ന് കഴിക്കുന്നത് പോലെ ഒന്നും അല്ല. അവിടെ ഇവരുടെ നാട്ടിൽ പോയി ചെന്ന് കഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു രുചി എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ കൈ എപ്പോഴും പൊക്കോണ്ടിരുന്നത് കരിമീനായിരുന്നു. കാരണം എനിക്ക് അത്രത്തോളം കരിമീൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് ബാക്കി എല്ലാത്തിനെക്കാട്ടിലും ഞാൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൂടുതൽ കൊടുക്കുന്നത് കരിമീനായിരിക്കും.
അത്രയ്ക്ക് രുചിയായിരുന്നു ഈ കരിമീൻ. നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലത്തു നിന്ന് കരിമീൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പം കൊല്ലത്ത് പോയി ചെന്ന് കരിമീൻ കഴിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കഴിച്ചിട്ടുണ്ട്, എറണാകുളത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോയി ചെന്ന് കഴിക്കുമ്പോഴും ഈ കരിമീനാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മളിലേക്കും ഇതായിരിക്കും ചിലപ്പം കരിമീൻ്റെ ടേസ്റ്റ്. പക്ഷെ ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലായത്. ഇതിനു മുമ്പിട്ട് നമ്മൾ കുമരകത്ത് പോയി ചെന്ന് ഹൗസ് ബോട്ടിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കുമരകത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. മൺട്രോയുടെ ടേസ്റ്റും കുമരകത്തിൻ്റെ ടേസ്റ്റും ഭയങ്കര ഡിഫറെൻറ്റാണ്. അത് ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണം. അപ്പുറത്ത് തന്നെ മാറിയിരിക്കുന്ന വേറൊരു ഡിഷ് ഉണ്ടായിരുന്നു. നമ്മളാരും അതിനെപ്പറ്റി പറഞ്ഞതുമില്ല, അതെടുത്ത് നോക്കിയതുമില്ല. ആദ്യം ചെറുതായിട്ടൊന്ന് എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടേ ഉള്ളായിരുന്നു. അതിനോട് വലിയ താല്പര്യമൊന്നും തോന്നാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും പറയാൻ. കക്കയിറച്ചി എനിക്കെന്തോ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വലിയ രുചിയൊന്നും തോന്നില്ല. സാധാ ഒരു വികാരവും ഇല്ലാത്തൊരു ഡിഷ് പോലാണ് എനിക്കത് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡിഷ് പിന്നീട് തൊട്ടതും ഇല്ല, അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അലക്സജാനാണെങ്കിൽ മതിയാക്കി കപ്പ എനിക്ക് തന്നു. ഞാനാണെങ്കിൽ ചോറ് ജോച്ചാന് ഷെയർ ചെയ്ത്. അപ്പം കപ്പയുടെയും ബീഫിൻ്റെയും രുചി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അത് കഴിച്ചു നോക്കി. ഇത് എല്ലാം കൂടെ മിക്സ് ആയിരുന്നു. കേരച്ചൂരയുടെ കറിയും ബീഫും എല്ലാം കൂടെ മിക്സ്. ഇത് കഴിച്ചപ്പോൾ എൻ്റെ മോനെ ഇതാണ് ഏറ്റവും അടിപൊളിയെന്ന് തോന്നി. എനിക്ക് തന്നെ അറിയത്തില്ല അതാണോ ഇതാണോ, എനിക്കങ്ങ് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത്രയും നേരം ചോറ് കഴിച്ചതിനെക്കാട്ടിലും എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ആദ്യമേ കപ്പയും ബീഫും ഓർഡർ ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ചാച്ചൻ എപ്പോഴും നമ്മളിങ്ങനത്തെ ഉള്ള ഐലൻഡിലൊക്കെ വരുന്ന സമയത്ത് പുള്ളി കപ്പയും ബീഫും ആണ് അലച്ചാച്ചൻ എപ്പോഴും ഓർഡർ ചെയ്യണത്. അപ്പോൾ പുള്ളിക്ക് അത് അറിയാം ഇതായിരിക്കും ബെസ്റ്റ് കോമ്പിനേഷൻ. എപ്പോഴും ബെസ്റ്റ് നോക്കിയാണ് പുള്ളിക്കാരൻ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആദ്യമേ ഓർഡർ ചെയ്താൽ മതിയായി, ഇതൊരു രക്ഷയില്ലായിരുന്നു. മീൽസ് വാങ്ങിയത് ഭയങ്കരമായിട്ടുള്ള ഒരു അബദ്ധമായി പോയെന്ന് കപ്പ കഴിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അത്രയ്ക്ക് രുചിയായിരുന്നു ഈ കപ്പയുടെയും കേരച്ചൂരക്കറിയും ബീഫും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. അപ്പം നിങ്ങൾ പറയും ഓ കപ്പയും ബീഫും അല്ലേ, അതിനെന്തോ അത്രയും ടേസ്റ്റ്. പക്ഷെ അങ്ങനല്ല കേട്ടോ. മൺട്രോയിൽ വന്ന് അവരുടെ ആ കപ്പയും കേരച്ചൂരക്കറിയും ബീഫും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധ്യ കോമ്പിനേഷനായിരുന്നു. അത് ഞാൻ ഇപ്പം പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ അവിടെ പോയി ചെന്ന് അത് കഴിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളായിരുന്നു. ഞാൻ ആ മീല് ഹാഫോളം കഴിച്ചായിരുന്നു. പിന്നെ എനിക്ക് കപ്പയുടെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയായിരുന്നു കഴിച്ചത്. ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളായിരുന്നു. പിന്നീട് ഞാൻ ബാക്കിയുള്ള കപ്പ ജോസിന് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അവനും കഴിച്ചു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒറ്റ ഫുഡ് പോലും വേസ്റ്റ് ആക്കാതെ മൊത്തം ഇരുന്ന് കഴിച്ച ഒരു ദിവസമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു വൈബും അടിപൊളിയായിരുന്നു. അങ്ങനെ മൺട്രോയിലെ വിശേഷങ്ങൾ, ഇവിടെ ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങൾ ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളുണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ട്. ഇനി ഞങ്ങൾ മൺട്രോയിലൊക്കെ പോകുന്നൊരു വീഡിയോ ഉടനെ തന്നെ വരും. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ.